സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ചലച്ചിത്ര ആസ്വാദനമാണ്. ആ നല്ലൊരു ചലച്ചിത്രം വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1990 എൻ്റെ പഠനകാലത്ത് ടി വിയിൽ കണ്ട ഒരു സിനിമയുടെ ആ ഒരു സുഖമുള്ള ഓർമ്മയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിട്ടുണ്ടാവും. ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ചിത്രമാണ്. ഒരു സംവിധായകൻ്റെ ആദ്യ ചിത്രമാണ്. സംവിധായകൻ പല ചിത്രങ്ങളിലും പ്രശസ്ത സംവിധായകരോടൊപ്പം സഹായിയായും സംവിധായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. സംവിധായകൻ്റെ പേര് ശ്രീ അജയൻ എന്നാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കും. പ്രശസ്തനായ പ്രഗത്ഭനായ ശ്രീ തോപ്പിൽ ഭാസിയുടെ മകനാണ് ഈ അജയൻ. സിനിമയുടെ പേര് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണും. പെരുന്തച്ഛനാണ് ആ സിനിമ. ശ്രീ തിലകനാണ് മുഖ്യ കഥാപാത്രം ചെയ്തത്. ശ്രീ തിലകൻ്റെ അഭിനയശേഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് മനസ്സിലാകാൻ എന്ന അഭിപ്രായം എനിക്കില്ല. അക്കാലത്തിറങ്ങിയ സിനിമകളിൽ ഒരു തുടക്കക്കാരനായ സംവിധായകൻ്റെ യാതൊരു കൈകുറ്റപ്പാടുമില്ലാത്തൊരു മനോഹരമായൊരു സൃഷ്ടിയാണ് പെരുന്തച്ഛൻ. നിങ്ങളിൽ പലരും ഈ ചിത്രം കണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ടി വിയിലും മറ്റും സംപ്രേഷണം ചെയ്യാറുണ്ട്. മറ്റൊന്ന്, പ്രശസ്തനായ ഇതിൻ്റെ മറ്റൊരു മുഖ്യ സംഭവം, പ്രഗത്ഭനായ പ്രശസ്തനായ ശ്രീ MT വാസുദേവൻ നായരാണ് ഇതിൻ്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിട്ടുള്ളത്. ശ്രീ MD യെക്കുറിച്ചും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ശ്രീ MDയുടെ പല ചിത്രങ്ങളും ശ്രീ ഹരിഹരൻ മനോഹരമായി സംവിധാനം ചെയ്ത് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ശ്രീ PN മേനോനും ഒന്നോ രണ്ടോ ചിത്രം ശ്രീ ഭരതനും ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ശ്രീ MDയുടെ തിരക്കഥയെ അടിസ്ഥാനപ്പെടുത്തി IV ശശിയും ചെയ്തിട്ടുണ്ട്. ആര് സംവിധാനം ചെയ്താലും അതിനൊരു മിനിമം മനോഹാരിതയും ഗ്യാരൻറ്റിയും സാമ്പത്തിക വിജയവും ഉറപ്പാണ്. ധാരാളം എങ്കിലും ശ്രീ ഹരിഹരനാണ് ശ്രീ MDയുടെ ധാരാളം തിരക്കഥകൾക്ക് ചലച്ചിത്ര രൂപം നൽകിയിട്ടുണ്ട് ഉള്ളത്. അമൃതം ഗമയ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, വളർത്തുമൃഗങ്ങൾ, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, പഞ്ചാഗ്നി, ആ പട്ടിക നീളുകയാണ്. നിങ്ങൾക്കും ഇക്കാര്യങ്ങൾ, ഈ പേരുകളൊക്കെ അറിയാം. ഇപ്പോൾ പെരുന്തച്ഛനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നും അതിൻ്റെ ആ ഒരു ദൃശ്യഭംഗിയും ഛായാഗ്രഹണത്തിൻ്റെ മികവും, ശ്രീ സന്തോഷ് ശിവനാണ് ഛായാഗ്രഹണം. എഡിറ്റിങ്ങിൻ്റെ ആ ഒരു പേസും ശ്രീകർ പ്രസാദാണെന്ന് തോന്നുന്നു എഡിറ്റിംഗ്. അങ്ങനെ സാങ്കേതികമായും രചനാപരമായും സംവിധാനപരമായും മനോഹരമായൊരു ചിത്രമാണ്. ഇന്നും അത് ആ വർഷങ്ങൾക്ക് മുമ്പ് 90കളിൽ ടെലിവിഷനിൽ കണ്ട ആ ഒരു ഓർമ്മ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളിൽ പലർക്കും എന്നെപ്പോലെ ആ ഒരു ഓർമ്മ മനസ്സിൻ്റെ കോണിലുണ്ടാവും. ഒരു ശ്രീ അജയൻ്റെ ആദ്യ ചിത്രമാണ്. ആദ്യം അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമായിട്ട് കൂടി ശ്രീ MDയുടെ തിരക്കഥയാണ് കയ്യാളിയെങ്കിൽ പോലും മനോഹരമായൊരു ഇരുത്തം വന്നൊരു സംവിധായകൻ്റെ ചിത്രമായിട്ടേ പ്രേക്ഷകർക്ക് അനുഭവപ്പെടുന്നുള്ളൂ. പിന്നെ ശ്രീ തിലകൻ്റെ ഒരു മകൻ കഥാപാത്രത്തിനോടുള്ള, പ്രശാന്താണ് മകൻ്റെ വേഷം ചെയ്തെന്ന് തോന്നുന്നു, ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു പ്രവൃത്തിയോടെ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു യോജിപ്പ് തോന്നാത്തത്. പക്ഷേ സിനിമ ഒരു ഭാവനയാണ്, അത് കഥയാണ്. അതിൽ പല ട്വിസ്റ്റുകളും എഴുത്തുകാരനും സംവിധായകനും ഒക്കെ ചേർക്കാറുണ്ട്. പിന്നെ ഇതൊരു
തീർത്തും ഭാവനയിലുള്ളതല്ല, ഒരു യഥാർത്ഥ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് പെരുന്തച്ഛൻ. അപ്പോൾ അതിൽ വാസ്തവത്തിൻ്റെ അംശം ധാരാളം ഉണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ മനോഹരമായൊരു ചിത്രത്തിൻ്റെ ഓർമ്മ, ആ ഒരു ആസ്വാദനം ഇങ്ങനെ തികട്ടി മനസ്സിൽ ഇത്രയും 90-കൾ, അതായത് ഏതാണ്ട് 10, 30, 90, ഏതാണ്ടൊരു 40 വർഷത്തോളം ആവുന്നു ഈ സിനിമ കണ്ടിട്ട്. എൻ്റെ ആ മനോഹാരിത ഇന്നും നിങ്ങളെപ്പോലെ എൻ്റെ മനസ്സിലുണ്ട്. അതൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നിങ്ങളിൽ പലരും ഇപ്പോൾ അടുത്തിടെയായി എൻ്റെ വീഡിയോകൾ കാണുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ കമൻറ്റ് ബോക്സ് ശൂന്യമായി കാണുകയാണ്. കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അക്കാര്യം സൂചിപ്പിക്കുക. എൻ്റെ അവതരണത്തിലെ പാളിച്ചകളെക്കുറിച്ച് പറയുക. ഏതായാലും കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.